മാസ്റ്റർ ഡോക്ടർ പി എ ഷുക്കൂർ കിനാലൂർ, വെള്ളറ അബ്ദുക മുനിസിപ്പൽ ചെയർമാൻ, സി മുഹമ്മദ് അബ്ദുറഹ്മാൻ മാസ്റ്റർ, എൻ പി ഷിറാസ്, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട ഉമറാക്കളെ, മഹല്ല് കാരണവന്മാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വളരെ സന്തോഷകരമായ ഒരു വേദി, വളരെ സന്തോഷകരമായ ഒരു വേദി എന്ന് പറയുമ്പോൾ ആയിരങ്ങളുടെ നിറസാന്നിധ്യം കൊണ്ടുള്ള സന്തോഷമല്ല, മറിച്ച് വന്നവരുടെ മനസ്സ് നിറഞ്ഞുള്ള സാന്നിധ്യം കൊണ്ടുള്ള സന്തോഷം. അതിലുപരി 10 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ടി കെ പരിക്കുട്ടി ഹാജിയുടെയും അതേപോലെ നമ്മളുടെ സന്തത സഹചാരിയായി എല്ലാ വിഷയത്തിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അഭിവന്യരായ പിതാവ് വാവാട് ഉസ്താദിൻ്റെയും ആഗ്രഹപ്രകാരം ബഹുമാനപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളുടെ ശക്തമായ താല്പര്യവും പിന്തുണയോടും കൂടി ആരംഭിച്ച KMO ഇസ്ലാമിക് അക്കാദമി, അൽഹംദുലില്ലാഹ് അതിൻ്റെ ആദ്യ ബാച്ച് അവരുടെ 10 വർഷത്തെ പഠനം പൂർത്തിയാക്കി PG പഠനത്തിനു വേണ്ടി ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമി എന്ന ഞങ്ങളുടെ മാതൃസ്ഥാപനത്തിലേക്ക് യാത്ര പുറപ്പെട്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യം, അതുകൊണ്ടാണ് വളരെ സന്തോഷകരമായ വേദി എന്ന് പറഞ്ഞത്. കൂട്ടത്തിൽ ഞങ്ങളുടെ ഒരു ധർമ്മസങ്കടം കൂടി പറയുകയാണ്. ഈ ഒരു സന്തോഷങ്ങളിലും മറ്റെല്ലാ സന്തോഷങ്ങളിലും ഞങ്ങളുടെ കൂടെ നിറസാന്നിധ്യമായി ഉണ്ടായിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് നാജിൽ ഏകദേശം 1 മാസം മുമ്പ് അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് വെള്ളത്തിൽ മുങ്ങി മരിച്ച ഒരു സാഹചര്യം ഉണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ പ്രിയപ്പെട്ട നാജിലിന് പുറത്തു കൊടുക്കട്ടെ. ഉഹ്റവിയായ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി തരികയും ചെയ്യട്ടെ. അവരുടെ പ്രിയപ്പെട്ട ഉപ്പ, അതേപോലെ ഉമ്മ, സഹോദരന്മാർ, കുടുംബാംഗങ്ങൾ, അവർക്കൊക്കെ അള്ളാഹു ക്ഷമ നൽകുകയും ഖൈറിനെ പകരം കൊടുക്കുകയും ചെയ്യട്ടെ. അങ്ങനെ 10 വർഷം മുമ്പ് ആരംഭിച്ച് വളരെ സന്തോഷകരമായ രൂപത്തിൽ, അതല്ലെങ്കിൽ വിജയകരമായ രൂപത്തിൽ 10 വർഷം പൂർത്തിയാക്കി ആദ്യ ബാച്ച് ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ച, അതല്ലെങ്കിൽ കൈമൈ മറന്നുകൊണ്ട് അതിനു വേണ്ടി സഹകരിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ, പ്രായാധിക്യം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളാണ് കൂടുതലും. അതൊന്നും വകവയ്ക്കാതെ ഏത് സമയത്ത് മീറ്റിംഗ് വിളിച്ചാലും, അത് രാവിലെ സമയത്തായിരുന്നാലും രാത്രി സമയത്തായാലും അതൊന്നും വകവയ്ക്കാതെ, അതല്ലെങ്കിൽ അവരുടെ പ്രയാസങ്ങൾ വകവയ്ക്കാതെ ഈ മീറ്റിങ്ങിൽ എത്തിച്ചേർന്ന് ആത്മാർത്ഥമായി ഇതിനോട് സഹകരിച്ചതാണ് ഇതിൻ്റെ പ്രധാനമായ ഒരു വിജയത്തിൻ്റെ കാരണം. അതോടൊപ്പം വളരെ ആത്മാർത്ഥമായി
വിദ്യാർത്ഥികളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഓടി നടന്ന പ്രിയപ്പെട്ട അധ്യാപകരും കൂടെ ആ അധ്യാപകരുടെ ശിക്ഷണത്തിൽ അവരെ അനുസരിച്ചുകൊണ്ട് അധബോടുകൂടി വളർന്നു വരുന്ന ഒരു വിദ്യാർത്ഥി കൂട്ടായ്മയും, ഇത് മൂന്നും കൂടെ ചേർന്നപ്പോഴാണ് ഈ ഒരു 10 വർഷത്തെ വിജയകരമായ ജൈത്രയാത്രയുടെ അവസാനം ഞങ്ങൾക്ക് സന്തോഷകരമായി പൂർത്തിയാക്കാൻ സാധിച്ചത്. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ സയ്യിദുൽ ഉമ്മ മഹാനവർകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതാനും സമയത്തിനകം സദസ്സിലേക്ക് വരും. അതിനു മുമ്പ് ഒരാമുഖം സൂചിപ്പിച്ചു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥാപനത്തിന്റെ തുടക്കക്കാരായ ആളുകൾ, ബഹുമാനപ്പെട്ട പരീക്കുട്ടി ഹാജിയുടെ പിതാവടങ്ങുന്ന, റഹീം സാഹിബിന്റെ പിതാവടങ്ങുന്ന ഇതിന്റെ തുടക്കക്കാരായ ആളുകൾ, നിലവിലെ ഞങ്ങളുടെ കമ്മിറ്റി ഭാരവാഹികളുടെ പിതാമഹന്മാർ, ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തവർ, സമ്പത്തും ശരീരവും ഇതിനു വേണ്ടി ചെലവഴിച്ചവർ, അള്ളാഹു അവരിൽ നിന്ന് പല ആളുകളും മരണപ്പെട്ടു പോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ഉഖ്റവിയായ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അവർ ചെയ്ത സേവനങ്ങളെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുകയും ചെയ്യട്ടെ. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സ്ഥാപനം ഇവിടെ വളർന്നു വന്നത് ഏതെങ്കിലും ദുനിയാവിന്റെ ലാഭത്തിന് വേണ്ടിയായിരുന്നില്ല. യതീംഖാന സംരംഭം തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും സാമ്പത്തിക നേട്ടമുണ്ടാക്കാം എന്ന് കരുതി ആയിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് അക്കാദമി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും സമ്പത്ത് അങ്ങോട്ട് ചെലവാകുക എന്നതിലപ്പുറം ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. എന്നിട്ടും ഈ ഒരു പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഈ ഉമറാക്കള്, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇതിന് മുന്നിട്ടിറങ്ങിയത് എന്തുകൊണ്ടാ? ഖൈറുന്നാസി അൻഫഉഹും ലിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഉത്തമന്മാരായ ആളുകൾ എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പെടുത്ത്, അതല്ലെങ്കിൽ മഗ്രിബ് മുതൽ പ്രഭാത സമയം വരെ ഇബാദത്തിൽ മുഴുകി സദാസമയം ദിക്റിലും ഫിക്റിലും നിസ്കാരത്തിലും നോമ്പിലുമായി ജീവിക്കുന്നവർ അല്ല. അത് വേണ്ടെന്നല്ല, മറിച്ച് നിങ്ങളിൽ ഉത്തമന്മാരായ ആളുകൾ ആരാണെന്ന് ചോദിച്ചപ്പോ പ്രവാചകരുടെ മറുപടി അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന ആളുകൾ ആണ് നിങ്ങളിൽ ഉത്തമന്മാർ എന്ന മുഹമ്മദ് റസൂലുള്ളാഹി. എൻ്റെ ഈ വേദിയിൽ, നമ്മളുടെ ഈ വേദിയിൽ ഇരിക്കുന്ന അധിക ആളുകളും പൊതുപ്രവർത്തകരാണ്, രാഷ്ട്രീയ നേതാക്കളാണ്. സാന്ദർഭികം സൂചിപ്പിക്കുക, ഉപദേശിക്കാൻ അർഹതയില്ല, സൂചിപ്പിക്കുകയാണ്. നിങ്ങളൊക്കെ എല്ലാ മേഖലകളിലും, നിങ്ങൾ ഇടപെടുന്ന മേഖലകൾ മുഴുവനും അത് മറ്റുള്ള ആളുകൾക്ക് ഉപകാരം ചെയ്യുക എന്നതായിരിക്കും. ഒരു പാർട്ടി യൂണിറ്റ് തലത്തിലെ നേതാവായിരുന്നാലും, അതല്ല പഞ്ചായത്ത് മെമ്പറായിരുന്നാലും, അതിനപ്പുറത്ത് മുകളിലേക്ക് ഉയർന്നു പോകുന്ന ഏത് നേതാവായിരുന്നാലും ശരി, ജനങ്ങൾ നിങ്ങളിൽ നിന്ന് ഒരുപാട് നന്മകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളിലൂടെ അവർ അവരുടെ കാര്യങ്ങൾ വിജയിപ്പിച്ചെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹിക്കുക മാത്രമല്ല, നിങ്ങളിലൂടെ അത് സാധിക്കുമെന്ന് മനസ്സുകൊണ്ട് അവർ നിയ്യത്ത് പ്രതീക്ഷിക്കുന്നു, ഉറപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സാന്ദർഭികം സൂചിപ്പിക്കുകയാണ്, എന്നെപ്പോലെ പള്ളിയിൽ നിൽക്കുന്ന ഒരു ഉസ്താദിനേക്കാളും അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനത്തിലെത്താൻ നിങ്ങൾ ചേർന്നിരിക്കുന്ന, അതല്ലെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്ന, നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു രാഷ്ട്രീയ മേഖല വരെ നിങ്ങൾക്ക് ഉയർത്തിയിട്ട് ഖൈറുന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതരെന്ന സ്ഥാനത്തിലെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്ന നല്ല ഒരു വഴിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊതുപ്രവർത്തകർ എന്ന നിലക്ക് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിയ്യത്ത് നന്നാക്കിയിട്ട് പ്രവർത്തിച്ചാൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ രാപ്പകൽ പള്ളിയിൽ ജീവിക്കുന്ന എന്നെ പോലെയുള്ള ഉസ്താദുമാർക്ക് നൽകുന്നതിനേക്കാൾ വലിയ ശ്രേഷ്ഠത, പ്രിയപ്പെട്ടവരെ, രാഷ്ട്രീയ രംഗത്തിലൂടെ നിയ്യത്ത് നന്നാക്കി മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് നൽകും. സാന്ദർഭികം സൂചിപ്പിച്ചെന്ന് മാത്രം. ഏതായിരുന്നാലും ഈ ഒരു സ്ഥാപനം ഇവിടെ ദുനിയാവിൻ്റെ നേട്ടം ഉദ്ദേശിച്ചുകൊണ്ടല്ല, മറിച്ച് ജനങ്ങൾക്ക് ഉപകാരം ഉദ്ദേശിച്ചുകൊണ്ടാണ്
ഇതിനെ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞപ്പോൾ സാന്ദർഭികം സൂചിപ്പിച്ചതാ. ഒരു ഭാഗത്ത് ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ തുടക്കത്തിലൊക്കെ യതീം കുട്ടികളായ ആളുകൾ, ആരും ഏറ്റെടുക്കാനില്ലാതെ മാതാപിതാക്കൾ മരണപ്പെട്ടവർ ഒരു കൈത്താങ്ങ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ഒരു ഫിൽസ് പോലും അവരിൽ നിന്ന് വാങ്ങാതെ ആ കുട്ടികളുടെ മുഴുവൻ ഉത്തരവാദിത്തവും ഏറ്റെടുത്തുകൊണ്ട്, എന്തിനു പറയണം, അവരുടെ ഒരു പരിധി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അവർ പോയാലും അവരുടെ സുരക്ഷിതത്വം ഏറ്റെടുത്ത് അവരുടെ ഉന്നതമായ വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ വലിയ താല്പര്യം കാണിച്ച് വൈവാഹിക ജീവിതത്തിലൂടെ മറ്റൊരാളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിൽ വരെ ശക്തമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് ഇവിടുത്തെ കമ്മിറ്റി ഈ ഒരു യതീംഖാനയുടെ കാര്യത്തിൽ ഇടപെട്ടിരുന്നത്. ഇതിലപ്പുറം ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന പ്രവർത്തനം ഏതാ? ഇത് യതീംഖാനയുടെ പ്രവർത്തനമാണെങ്കിൽ അതിനുശേഷം നമ്മൾ ഇവിടെ വലിയ ഒരു വിദ്യാഭ്യാസ സംരംഭം തന്നെയുണ്ട്. ഹയർ സെക്കൻഡറി സ്കൂൾ മുതൽ, അതല്ലെങ്കിൽ അതിന് താഴെയുള്ളത് മുതൽ +2 ക്ലാസ്സുകളുണ്ട്, ഡിഗ്രി ക്ലാസ്സുകളുണ്ട്, ബിടെക്, നമ്മൾ എന്താ പറയുക, MEdന് പഠിക്കുന്ന കുട്ടികളുണ്ട്, BEdന് പഠിക്കുന്ന സൗകര്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ വിപ്ലവം തന്നെയാണ് ഈ യതീംഖാനയിലൂടെ, അതല്ലെങ്കിൽ ഈ ഒരു KMO സംവിധാനത്തിലൂടെ റഹീം സാഹിബിന്റെ ഉപ്പയും അതേപോലെ മറ്റൊരാളും വരികുട്ടി ഹാജിയും അവർ സംസാരിച്ച അതിൽ നിന്നാ ഇതിന്റെ ഉത്ഭവം എന്ന് പറഞ്ഞല്ലോ. അവിടെ മുതൽ ഇവർ തുടങ്ങി വെച്ച ഈ ഒരു പ്രവർത്തനത്തിലൂടെ വലിയൊരു വിദ്യാഭ്യാസ വിപ്ലവം തന്നെയാണ് ഈ നാട്ടിൽ എന്നല്ല, ഈ നാടിന്റെ പരിസരത്തുള്ളവർക്കും സൗകര്യപ്രദമാകുന്ന രൂപത്തിൽ ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. ഏറ്റവും വലിയ അനുഗ്രഹം അത് തന്നെയല്ലേ പ്രിയപ്പെട്ടവരെ? ധാർമ്മികമായി ഒരു സമൂഹത്തിനെ നമ്മൾക്ക് ഉയർത്തിയെടുക്കാൻ സാധിക്കണമെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാവണം. ആ ഒരു വിദ്യാഭ്യാസ സംരംഭമാണ്, അതല്ലെങ്കിൽ സംരംഭങ്ങളാണ് ഈ പറഞ്ഞ ഹയർ സെക്കൻഡറി സംവിധാനത്തിലൂടെ, അതല്ലെങ്കിൽ +2 ക്ലാസ്സുകളിലൂടെ, അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ BEd കോളേജുകളിലൂടെ എന്ന് വേണ്ട കഴിവിന്റെ പരമാവധി ധാർമ്മികമായി ഒരു സമൂഹത്തിനെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമാകുന്ന എന്തെല്ലാം സംവിധാനങ്ങൾ വിദ്യാഭ്യാസപരമായി വേണോ അത് മുഴുവനും ഇവർ സംവിധാനിച്ചു. അതിലൂടെയും ലാഭങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടല്ല, മറിച്ച് ഒരു സമൂഹത്തിന്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട്. ഖൈറുന്നാസി അൻഫഉഹും ലിന്നാസ്. ഞാൻ ആദ്യം പറഞ്ഞ വചനം മറന്നു പോവരുത് നിങ്ങൾ. ജനങ്ങൾക്ക് ഇതിലപ്പുറം ഉപകാരം എന്താ? ധാർമ്മികമായി അധപ്പതിച്ചു പോകുന്ന ഒരു സമൂഹത്തിനെ ഉന്നതമായ വിദ്യാഭ്യാസം നൽകി സാംസ്കാരികമായി കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരുന്ന ഒരു സംവിധാനമാണ് KMO എങ്കിൽ, അതല്ലെങ്കിൽ ഇവിടത്തെ ഈ ഒരു സംവിധാനമെങ്കിൽ ഇതിനേക്കാൾ ആളുകൾക്ക് ഉപകാരമുള്ള സംവിധാനം എന്താ? അപ്പൊ നമ്മളുടെ പിതാക്കന്മാർക്ക് PhD ഇല്ല പ്രിയപ്പെട്ടവരെ. അവരാളുകൾക്ക് ഉപകാരം ചെയ്യുക എന്ന അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം ലഭിക്കുന്ന സംവിധാനമാണ്. ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ ഭൗതിക വിദ്യാഭ്യാസം മാത്രം നൽകിയിട്ട് ഉയർത്തിക്കൊണ്ടുവന്നപ്പോ നമ്മളുടെ തലമുതിർന്ന നേതാക്കന്മാർ ആലോചിച്ചു, അതോടുകൂടെ നമ്മൾക്ക് മതബോധമുള്ളവർ കൂടിയാവണം, മതബോധമുള്ള ആളുകൾ കൂടി വളരണ്ടേ. എല്ലാവർക്കും അങ്ങനെയാകാൻ സാധിക്കില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം 14 നൂറ്റാണ്ട് മുമ്പ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ അറഫ പ്രഭാഷണത്തിൽ അവസാനം പറഞ്ഞു, ഫൽയുബല്ലിഗു ഷാഹിദുൽ ഗായിബ. ഇവിടെ സന്നിഹിതരായ ആളുകൾ ഈ ഒരു പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഇവിടെ ഇല്ലാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന്. ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ പരമ്പരകളായി ഏറ്റെടുത്ത് വരുമ്പോ ഏതെങ്കിലും തലപ്പാവ് ധരിച്ച ഉസ്താദിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല. ഉസ്താദ് ഒരു പക്ഷേ ഇതുപോലെ വാദോരാതെ സംസാരിച്ച് പ്രബോധനം നടത്തുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ സംസാരിച്ച് പ്രബോധനം നടത്താൻ സാധിക്കണമെന്നില്ല. അതിനപ്പുറം നമ്മളൊക്കെ മനസ്സിലാക്കുക, ഏറ്റവും വലിയ പ്രബോധനം അത് തൻ്റെ ജീവിതം കൊണ്ട് തൻ്റെ സഹോദരന്, തൻ്റെ സഹപാഠിക്ക്, തൻ്റെ സഹജീവിക്ക്, തൻ്റെ അയൽക്കാരന് പകർന്നു കൊടുക്കുന്ന പരിശുദ്ധ ദീനിന്റെ സന്ദേശമാണ്. അതിന് നമ്മൾക്ക് ഈ പറഞ്ഞതുപോലെ തലപ്പാവിൻ്റെയോ അതല്ലെങ്കിൽ ഉസ്താദ് എന്ന അഡ്രസ്സോ ആവശ്യമില്ല. നമ്മൾക്ക് മുഴുവനും ഉത്തരവാദിത്തമുണ്ട് ഈ ഒരു പരിശുദ്ധ ദീനിനെ മറ്റുള്ള ആളുകളിലേക്ക് അതിൻ്റെ തനതായ സുന്ദരമായ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പകർന്നു കൊടുക്കുക എന്നത് നമ്മളുടെ മുഴുവനും ഉത്തരവാദിത്തമാണ്. അതിൽ പ്രധാനമാണ് നമ്മുടെ ജീവിത ശൈലികൾ. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾക്ക് മറ്റുള്ളവർക്ക് ദീനിനെ പരിചയപ്പെടുത്തണം. അവർ നമ്മളുടെ പ്രവർത്തനം കണ്ട്, നമ്മളുടെ ജീവിതം കണ്ട്
അവർ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സാഹചര്യം ഉണ്ടാവണം. അതോടൊപ്പം ഈ പറഞ്ഞതുപോലെ ദീനീ പ്രബോധനം നമ്മൾ മറ്റൊരു മേഖലയിൽ നമ്മൾ എത്തിക്കുന്നതാണ്. ഇതേപോലെ അക്കാദമി പോലെയുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ച്, അതേപോലെ പള്ളി ദർസുകളിൽ പഠിച്ച് അവർ ദീനിനെ മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനെ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കും. നമ്മൾക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാലത്ത് ഉള്ളതുപോലെ ആളുകളെ വിളിച്ചിട്ട് അവർക്ക് ദീൻ പറഞ്ഞു കൊടുക്കുക എന്നത് ഇന്ത്യൻ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഇന്ന് സാധ്യമല്ല. അവിടെയും നമ്മൾ ആലോചിക്കേണ്ടതും അതല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുമാണ് അക്കാദമിയുടെ പ്രസക്തി. ഇവരെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ വളർന്നു വരുന്ന 300 ചില്ലാനം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഭൗതിക വിദ്യാഭ്യാസത്തിൽ ഒതുങ്ങുന്നില്ല, അതല്ലെങ്കിൽ മതവിദ്യാഭ്യാസത്തിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നില്ല. മതബോധത്തിൽ അധിഷ്ഠിതമായ ഭൗതിക വിദ്യാഭ്യാസം, അതാണ് ദാറുൽ ഹുദായുടെ ഈ ഒരു സംവിധാനത്തിലൂടെ കൊടുവള്ളി ഇസ്ലാമിക് അക്കാദമിയിൽ വളർന്നു വരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. എന്തിനാ? അത് കാലത്തിന്റെ ആവശ്യമാണ്, കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. പഴയ കാലത്ത് 40 നാളുകൾ ഒന്നിച്ചു വയല് കേട്ടിരുന്ന, വയല് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം പഴയ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ ഒരു സംവിധാനം, അതല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തിലൂടെ ഇന്ന് നമ്മൾക്ക് ദീനിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താൻ സാധിക്കുകയില്ല. അത് കഴിഞ്ഞ് കാലങ്ങൾക്ക് ശേഷം 40 നാളില്ലെങ്കിലും അതേപോലെയുള്ള നാളുകളിൽ നമ്മൾ പൊതുവേദികളിൽ പരസ്യമായി ടൗണുകളിലും അല്ലാതെയും മദ്രസ അങ്കണത്തിലും പള്ളിയുടെ പരിസരത്തിലും നമ്മൾക്ക് വാദോരാതെ വയലുകൾ പറഞ്ഞിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതും ഇന്ന് സോഷ്യൽ മീഡിയ ആയിരുന്നാലും അല്ലാത്ത സംവിധാനങ്ങളും നമ്മൾ പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് യുഗത്തിലാണ്. ആ നിലക്ക് നമ്മളുടെ വളർച്ച ഈ IT മേഖലകളിലും വളർന്ന് ഹൈടെക് യുഗത്തിലേക്ക് നമ്മൾ വളർന്നപ്പോൾ സംവിധാനങ്ങൾ കൂടി വന്ന സമയത്ത് ഈ ഒരു സംവിധാനത്തിലൂടെ ദീനെത്തിക്കുക എന്നതും നമ്മൾക്ക് അതിനുള്ള സാധ്യതകളും കുറഞ്ഞു വന്നു. ഈ പറഞ്ഞതുപോലെ കാലമുയരുമ്പോൾ കാലത്തിനനുസരിച്ച് സഞ്ചരിക്കുക, അത് ഏതെങ്കിലും രൂപത്തിലല്ല, കാലത്തിനനുസരിച്ച് ഉയർന്ന് സഞ്ചരിക്കുക. അപ്പോഴേ നമ്മൾക്ക് ദീനീ പ്രബോധനം ആധുനിക കാലഘട്ടത്തിലെ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റൂ. അല്ലാഹു തആല അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചതും പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതും അങ്ങനെ തന്നെയല്ലേ? പഴയ കാലത്ത് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് ചോദിക്കേണ്ട നിങ്ങൾ. എന്നതിനെ വിശദീകരിച്ച് പഠിക്കണം. നമ്മൾ കാലത്തിനനുസരിച്ച് നമ്മൾ പ്രബോധന മേഖലകളിൽ മാറ്റം വരുത്തണം. ആ ഒരു പ്രബോധന മേഖലകളിലെ മാറ്റമാണ് ദാറുൽ ഹുദാ സംവിധാനത്തിലൂടെ ഇന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളടക്കം, അതല്ലെങ്കിൽ ഈ പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം ദാറുൽ ഹുദായുടെ മക്കള് അവര് ദീനീ പ്രബോധനം നടത്തുകയാണ്. അവരുടെ ദീനീ പ്രബോധനം ഇതുപോലെ വയല് കെട്ടിയിട്ട് തലപ്പാവ് ധരിച്ചിട്ട് വൈറ്റ് ആൻഡ് വൈറ്റിലിറങ്ങി പ്രഭാഷണം നടത്തിക്കൊണ്ടല്ല, മറിച്ച് അവര് ജോലി ചെയ്യുന്ന മേഖലകള് ഈ പറഞ്ഞതുപോലെ പാശ്ചാത്യ സംസ്കാരം ഇതിൽ ജീവിക്കുന്ന സുഹൃത്തായിരിക്കും അവന്റെ തൊട്ടപ്പുറത്തെ ക്യാബിനിൽ ഇരിക്കുന്നത്. രാവിലെ സമയത്ത് വിശ്വാസിയായി കടന്നു വരുന്ന ഈ സുഹൃത്ത് വരുന്ന സമയത്തുള്ള അവന്റെ ആ ഒരടക്കം, അവനേറ്റെടുത്ത ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുന്നതിലുള്ള അവന്റെ ആ ഒരു താല്പര്യം, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ നിസ്കാര സമയങ്ങൾ വരുമ്പോ അവൻ എഴുന്നേറ്റ് പോയി കൃത്യമായി ഖാലിഖായ റബ്ബിന്റെ മുമ്പിൽ സാഷ്ടാംഗം സമർപ്പിച്ച് തിരിച്ചു വന്ന് അവന്റെ ജോലി തുടരുന്ന ആ ഒരു പഞ്ച്വാലിറ്റി, ഈ ഒരു കൃത്യനിഷ്ഠതയും കാര്യങ്ങളും ഒക്കെ കാണുമ്പോ ആരാ ഇവൻ എന്ന് തൊട്ടടുത്ത ടേബിളിൽ ഇരിക്കുന്ന പാശ്ചാത്യ സംസ്കാരത്തിലുള്ള അവിശ്വാസിയായ സഹോദരൻ അന്വേഷിക്കുകയാണ്. ഇവനൊരു വിശ്വാസിയാണ്, വെറും വിശ്വാസിയല്ല. ഇന്ത്യ മഹാരാജ്യത്തിലെ കേരള സംസ്ഥാനത്തിലെ ചെമ്മാട്, മലപ്പുറം ജില്ലയിലെ ചെമ്മാട് ദാറുൽ ഹുദ ആ അക്കാദമിയിൽ നിന്ന് പഠിച്ചു വന്ന, മതത്തോടുകൂടെ ഭൗതികം പഠിച്ചു വന്ന ഒരു ഹുദവിയാണ് ഇവൻ എന്നിവൻ അറിയുന്നതോടുകൂടി എന്താ ഹുദവി എന്ന് അന്വേഷിക്കുകയും ഹുദവിയുടെ മേഖലകൾ അന്വേഷിക്കുകയും അതിലൂടെ അവന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ അറിയാൻ കാരണമാവുകയും അതിലൂടെ ഒരു വേള പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക്
കടന്നു വരാൻ സാധ്യമാവുകയും ചെയ്യുന്ന സാഹചര്യം. അതാണ് ഇസ്ലാം KMO അതല്ലെങ്കിൽ ദാറുൽ ഹുദായിലൂടെ അതിന്റെ പിന്തുടർച്ചക്കാരായ ഞങ്ങൾ KMO ഇസ്ലാമിക് അക്കാദമിയിലൂടെ നൽകുന്നത്. അതിലൂടെയാണ് ആ ഒരു വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് 10 വർഷം പൂർത്തിയാക്കി സന്തോഷകരമായ രീതിയിൽ ഞങ്ങളെ മക്കൾ ദാറുൽ ഹുദായിലേക്ക് ചെന്നത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ സയ്യിദ് അവർകൾ നമ്മളുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി ഉമ്മത്തിനെ ഹിമ്മത്തിൽ നയിക്കാൻ സയ്യിദുൽ ഉമ്മയ്ക്ക് അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഹാഫിള് അമീൻ നജാദ് കണ്ണപ്പം കൊണ്ട് السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين. وإن عاقبتم فعاقبوا بمثل ما عوقبتم به ولئن صبرتم لهو خير للصابرين. واصبر وما صبرك إلا بالله ولا تحزن عليهم ولا تك في ضيق مما يمكرون. إن الله مع الذين اتقوا والذين هم محسنون. صدق الله العلي العظيم. السلام عليكم ورحمة الله وبركاته. ചടങ്ങിന് സ്വാഗതം ആശംസിച്ചുകൊണ്ട് KMOയുടെ ജനറൽ സെക്രട്ടറി TK അഹമ്മദ് കുട്ടി ഹാജി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സയ്യിദ് പാണക്കാട് തങ്ങൾ അവരുടെ, സയ്യിദ് സാദിഖ് അലി തങ്ങൾ അവരുടെ, ബഹുമാനായ MLA നജീബ് കാന്തപുരം, ഡോക്ടർ ഷുക്കൂർ, ഉമർ മാസ്റ്റർ, മുനിസിപ്പൽ ചെയർമാൻ അബ്ദുസാ, വേദിയിലിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെ, ഖത്തർ കമ്മിറ്റിയുടെ ഭാരവാഹികളെ, നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ സ്ഥാപനത്തെ നെഞ്ചിലേറ്റി ഇവിടെ സ്റ്റേജിലും സദസ്സിലുമുള്ള നല്ലവരായ നാട്ടുകാരെ, പ്രിയപ്പെട്ടവരെ, ഈ സ്ഥാപനത്തിൻ്റെ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ 34 വിദ്യാർത്ഥികൾ ഇവിടെ 10 കൊല്ലത്തെ പഠനശേഷം ഉപരിപഠനത്തിന് വേണ്ടി ചെമ്മാട് ദാറുൽ ഹുദയിലേക്ക് പോവുകയാണ്.
ഈ അവസരത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ ഒരു ചെറിയ ചരിത്രം നിങ്ങൾ മുമ്പിൽ വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1978 16 കുട്ടികളെ ചേർത്തിക്കൊണ്ട് ഒരു യത്തീംഖാനയ്ക്ക് രൂപം നൽകി. അന്നത്തെ മഹാന്മാരായ ആളുകൾ ടി കെ പരീക്കുട്ടിയാജി, വി ഇസ്മായിൽ കുട്ടിയാജി, പിന്നെ അധികാരി ആരിക്കുഞ്ഞാജി, കുഞ്ഞമ്മധികാരി എന്ന് വേണ്ട കുറേ പ്രമുഖരായ അന്നത്തെ മഹാന്മാർ പലരും ഈ ഇന്ന് ജീവിച്ചിരിപ്പില്ല, മരിച്ചു പോയിട്ടുണ്ട്. അവരെല്ലാം കൂടി ഒത്തുചേർന്ന് ഒരു യത്തീംഖാന തുടങ്ങണമെന്ന് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മഹല്ല് പള്ളിയിൽ, കൊടുവള്ളി മഹല്ല് പള്ളിയിൽ ഒരു ആദ്യത്തെ യോഗം ചേരുകയും അന്ന് യത്തീംഖാനൊക്കെ തുടങ്ങാൻ വേണ്ടി ഒരു ചാക്ക് അരി 100 രൂപ വെച്ചിട്ട് എടുത്തത് ഒരാൾ 10-15-20 ആൾ എടുത്തിട്ടുണ്ട്. 100 രൂപ വെച്ചിട്ട് അരിയും സാധനവും മേടിച്ചാണ് ആദ്യം യത്തീംഖാന അവിടെ സ്ഥാപിച്ചത് 1978. ഇപ്പോൾ 925 കഴിഞ്ഞ 47-48 കൊല്ല കാലയളവിൽ ഈ പ്രസ്ഥാനം വളർന്നു വലുതായി. ഇന്ന് നമുക്ക് എ ഗ്രേഡ് ആർട്സ് കോളേജ്, B.Ed കോളേജ്, TTC, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, ഓർഫനേജ്, ദാറുൽ ഹിദ അക്കാഡമി എന്ന് വേണ്ട 9ഓളം സ്ഥാപനങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്. ഏതാണ്ട് 182ഓളം അധ്യാപകരും ഏതാണ്ട് 3000 കുട്ടികളുമൊക്കെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ചു വരുന്നുണ്ട്. മാത്രവുമല്ല, ഞങ്ങളെ യത്തീംഖാന തുടങ്ങുന്ന കാലത്ത് 300 കുട്ടികളുണ്ടായിരുന്നു. അത് കാലാന്തരത്തിൽ ശോഭിച്ച് ചുരുങ്ങി ഒരു 40-50 കുട്ടികളായ കാലത്താണ് കമ്മിറ്റി വാവാട് കുഞ്ഞിക്കോയ മുസ്ലിയാരുടെ നിർബന്ധപ്രകാരം എന്ന് പറയട്ടെ മാറ്റി ചിന്തിക്കാൻ തുടങ്ങണമെന്നും ഇവിടെ ഒരു ദീനീ സ്ഥാപനം തുടങ്ങണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് മുമ്പിൽ കമ്മിറ്റി തീരുമാനമെടുക്കുകയും ഏത് കോഴ്സ് തുടങ്ങണം എന്നതിനെപ്പറ്റി ഞങ്ങളൊരു സമഗ്ര പഠനം നടത്തി അവസാനം ദാറുൽ ഹുദയുടെ ഈ കോഴ്സ് തുടങ്ങാൻ നിർബന്ധിതരാകുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മളെ ഈ സ്ഥാപനത്തിലെ 34 കുട്ടികൾ ഇവിടുന്ന് സനത് വാങ്ങിക്കൊണ്ട് ദാറുൽ ഹുദയിലേക്ക് പോവുകയാണ്. ഞാൻ നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സ്ഥാപനം നിലനിൽക്കുന്നത് തന്നെ ഈ നല്ലവരായ ഈ നാട്ടുകാരുടെ പ്രോത്സാഹനവും സഹായവുമാണ്. അത് ഇനിയും തുടരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വളരെ തിരക്കിനിടയിലും ഇവരെ എത്തിച്ചേർന്ന തങ്ങളവറുകളെ KMOക്ക് വേണ്ടിയും സ്വന്തം നിലക്കും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വേദിയിലിരിക്കുന്ന MLA നജീബ് കാന്തപുരം, ഡോക്ടർ ഷുക്കൂർ, ഡോക്ടർ MLA ഉമർ സാഹിബ്, ex-MLA ഉമർ സാഹിബ്, അബ്ദുൽ സാഹിബ്, മറ്റ് ഖത്തറിൻ്റെ ബഹുമാനപ്പെട്ട ആളുകളെ, പ്രിയപ്പെട്ട നമ്മുടെ പ്രിൻസിപ്പൾ അവരുകളെ, മറ്റ് സഹോദരരെ, എല്ലാവരെയും ഞാൻ സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് PTA റഹീം സാറിനെ ഹാർദവവും ക്ഷണിക്കുന്നു. KMO ഇസ്ലാമിക് അക്കാദമി 10ാം വാർഷിക 1ാം സന്നദ്ധാന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ അധ്യക്ഷ ഭാഷണം നിർവഹിച്ചുകൊണ്ട് KMO പ്രസിഡന്റ് അഡ്വക്കേറ്റ് PTA റഹീം MLA സംസാരിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയായ തങ്ങളവറുകളെ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, യത്തീംഖാനയുടെ ആർഭിബ കാലത്തുണ്ടായ വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ സ്വാഗത പ്രാസംഗൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. പിന്നീടാണ് ബഹുമാനപ്പെട്ട വാവാട് കുഞ്ഞിക്കോയ ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരം ഇങ്ങനെ ദാറുദയുമായി അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു സംവിധാനം ഒരുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. യത്തീംഖാനക്ക് ഇപ്പോഴും സാമ്പത്തികമായ പ്രയാസങ്ങളൊന്നുമില്ല. അതൊക്കെ വളരെ ഭംഗിയായി നടന്നു പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും
ബഹുമാനപ്പെട്ട TK പരീക്കുട്ടി ഹാജിയുടെയും CH അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പുതിയ കോഴ്സുമായി ബന്ധപ്പെട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ കൂടി സഹായം അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. ബഹുമാനപ്പെട്ട ഹൈത്തമി ഉസ്താദ് ഉൾപ്പെടെ ഞങ്ങൾ ഖത്തറിൽ പോയിരുന്നു. അവിടെ ഖത്തർ കമ്മിറ്റി രൂപീകരിച്ച് നല്ല രീതിയിലുള്ള സഹകരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിവിധങ്ങളായ മഹല്ലുകളുടെ നേതാക്കന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മ രൂപീകരിച്ചു. ഒരു കുട്ടിക്ക് ഒരു വർഷം ചെലവ് വരുന്ന 33,000 രൂപ സ്പോൺസർ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ചെലവ് നിർവഹിക്കണം എന്നുള്ളതാണ് കമ്മിറ്റി ആലോചിച്ചത്. കുറേയേറെ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. എന്നാലും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് ഞങ്ങൾ ഉള്ളത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കൂടുതൽ സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. സമയം കുറേ താമസിച്ചു. ബഹുമാനപ്പെട്ട തങ്ങളാണ് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മവും മറ്റുള്ള ചില കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതിനുവേണ്ടി എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സമ്മേളനത്തിൻ്റെ സന്നിധാന പ്രഖ്യാപനവും ഉദ്ഘാടനവും നിർവഹിക്കുന്നതിന് ആദരണീയനായ സാദിഖ് അലി ശിഹാബ് തങ്ങളെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി. അഭിനന്ദനായ യതീംഖാനയുടെ പ്രസിഡന്റ് കൂടിയായ ജനാബ് PK റഹീം സാഹിബ് MLA അവർകൾ, ആദരണീയനായ നജീബ് സാഹിബ് MLA അവർകളെ, ആദരണീയനായ മുൻ MLA ഉമർ മാഷ് അവർകൾ, യതീംഖാനയുടെ ജനറൽ സെക്രട്ടറി ആദരണീയനായ TK അഹമ്മദ് കുട്ടി ഹാജി സാഹിബ് അവർകളെ, മുഖ്യാതിഥിയായി സംബന്ധിക്കുന്ന ഡോക്ടർ PA ഷുക്കൂർ കിനാലൂർ, ആദരണീയനായ മുഹമ്മദ് ഹൈത്തമി അവർകളെ, ബാവാട് മുഹമ്മദ് ഹൈത്തമി ഫൈസി അവർകൾ, മുഹമ്മദ് അബ്ദുറഹ്മാൻ മാഷു, ഷിറാസ്, വല്ലറ അബ്ദു, ബഷീർ റഹ്മാനി, വേദിയിലും സാസുലൊക്കെ സന്നിഹിതരായ മറ്റു ഉലമാക്കൾ, ഉമറാക്കൾ, യതീംഖാന ഭാരവാഹികൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, രക്ഷിതാക്കൾ, യതീംഖാനയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ അതിൻ്റെ അഫിലിയേറ്റഡ് കോളേജിൻ്റെ വാർഷികവും അതിൻ്റെ സനദ് നാമ പ്രഖ്യാപനവുമാണ് ഇപ്പോൾ ഇവിടെ ഇന്ന് നടക്കുവാൻ പോകുന്നത്. കൊടുവള്ളി മുസ്ലിം യതീംഖാന എന്നുള്ളത് അനാഥ സംരക്ഷണ മേഖലയിൽ കേരളത്തിലെ ആദ്യകാല സ്ഥാപനങ്ങളിൽ പെട്ട ഒന്നാണത്. ഈ അവസരത്തിൽ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിരുന്ന നമ്മുടെ ഓർമ്മകളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന മഹാനായ പരീക്കുട്ടി ഹാജി സാഹിബ് അവർ, അദ്ദേഹത്തിൻ്റെ സ്മരണകൾ നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. യതീംഖാനയെ കെട്ടിപ്പടുക്കുന്നതിൽ, അതിനെ വളർത്തുന്നതിൽ, അതിനെ നാനോന്മുഖമായ മേഖലകളിൽ അതിൻ്റെ വളർച്ച സ്ഥിരപ്പെടുത്തുന്നതിലെല്ലാം മഹാനായ പരീക്കുട്ടി ഹാജി സാഹിബ് അവറുകൾ പ്രകടിപ്പിച്ച താല്പര്യവും വാത്സല്യപൂർണമായ അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾ, അതുതന്നെയാണ് കൊടുവള്ളി യതീംഖാനയുടെ ഏറ്റവും വലിയ കൈമുതൽ എന്നുള്ളത്. തൻ്റെ കുട്ടികളെ നോക്കുന്നത് പോലെ തന്നെ ഇവിടുത്തെ ഓരോ അനാഥ, അഗതി, അന്തേവാസിയുടെയും കാര്യത്തിൽ അദ്ദേഹം അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നുവല്ലോ. ഒരു വലിയ ആസ്തിയുടെ തണലിലായിരുന്നില്ല കൊടുവള്ളി യതീംഖാനയുടെ തുടക്കം. കോളറയും
അതുപോലെയുള്ള മറ്റ് പ്രതിസന്ധികളും നിറഞ്ഞ ഒരു കാലത്ത് കൊറോണ പോലെയുള്ള മഹാമാരി അത് ആഞ്ഞടിച്ചപ്പോൾ ഒരുപാട് അനാഥ ബാല്യങ്ങൾ മലബാറിൻ്റെയും വള്ളുവനാടിൻ്റെയും എല്ലാം ഗ്രാമാന്തരങ്ങളിൽ ആരുടെയും സംരക്ഷണം ലഭിക്കാതെ പ്രയാസപ്പെടുന്നത് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത 1920-കൾക്ക് ശേഷം. അന്ന് ആ കാലഘട്ടങ്ങളിൽ അത്തരം അനാഥ ബാല്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് സമുദായത്തിൻ്റെ ഒരു ബാധ്യതയായി ഉയർന്നു വരികയും അത് ഏറ്റെടുക്കുവാൻ സമുദായ സ്നേഹികൾ മുന്നോട്ട് വരികയും ചെയ്തു. തിരുരങ്ങാടിയിലെ എം കെ ഹാജിയുടെ നേതൃത്വത്തിൽ തിരുരങ്ങാടി യതീംഖാന ഏതാണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ സ്ഥാപിതമായതാണ്. ആ കാലഘട്ടത്തിൽ നിന്ന് സ്ഥാപിത നമ്മുടെ കൊടുവള്ളി യതീംഖാന, അതുപോലെ തന്നെ മുക്കം ഓർഫനേജ്, ഇവയെല്ലാം ഓരോ കാലഘട്ടത്തിൻ്റെയും ആവശ്യമായിരുന്നു. ഓരോ കാലവും ഓരോ കാലഘട്ടത്തിൻ്റെയും നിർബന്ധിതാവസ്ഥയിൽ ഉയർന്നു വന്ന സ്ഥാപനങ്ങളാണ്. പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് അതിനൊക്കെ സഹായിക്കാൻ അന്ന് ഉദാരമതികളായ സ്നേഹനിധികളായ സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥയിൽ പരിതപിച്ചുകൊണ്ടിരുന്ന ഒരുപാട് പേര് മുന്നോട്ട് വന്നു. ഉദാരപതികൾ മുക്കത്തും കൊടുവള്ളിയിലും തിരുരങ്ങാടിയിലും എന്നതുപോലത്തെ മറ്റു പല പ്രദേശങ്ങളിലും ഈ ഒരു ചുവട് പിടിച്ചുകൊണ്ട് യതീംഖാനകൾ സ്ഥാപിക്കപ്പെട്ടു. വയനാട് മുസ്ലിം ഓർഫനേജ് മഹാനായ നമ്മുടെ ജമാൽ സാഹിബിൻ്റെ അശ്രാന്ത പരിശ്രമപരമായി രൂപീകരിക്കപ്പെട്ട വയനാട് മുസ്ലിം ഓർഫനേജ് അതൊക്കെ ഈ ഗണത്തിൽപ്പെട്ടതാണ്. അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. അള്ളാഹു അവർക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പരികുട്ടി ഹാജി സാഹിബിനും അതുപോലെ എം കെ ഹാജി സാഹിബിനൊക്കെ പോലെയുള്ള ആ മഹത്വക്കൾ അള്ളാഹുർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അപ്പോൾ അവരൊക്കെ കാണിച്ചു തന്നിട്ടുള്ള ആ വഴിത്താരയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് ഇന്ന് ഇപ്പോൾ നമ്മുടെ കടമയായിട്ടുള്ളത്. പറഞ്ഞ യതീംഖാനകൾക്കൊക്കെ ദേശീയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ കൊടുവള്ളി യതീംഖാനക്ക് പലതവണ ലഭിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ശ്രീമതി ഗാന്ധിയിൽ നിന്നൊക്കെ അവാർഡ് സ്വീകരിക്കുവാനുള്ള ഭാഗ്യം ഈ യതീംഖാനക്കുണ്ടായി. അത് ഈ അനാഥ സംരക്ഷണ മേഖലയിലെ യതീംഖാനയുടെ മികച്ച പ്രവർത്തന ഫലമായിട്ടാണ്. മുക്കം യതീംഖാനക്കും പലപ്പോഴും ലഭിച്ചിട്ടുണ്ട്. ഈ ഗവൺമെൻറ്റിന് പോലും ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ അതാണല്ലോ. ഏത് ഗവൺമെൻറ് ആയാലും അവർക്ക് പോലും ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് ഇതുപോലെയുള്ള യതീംഖാന ക്യാമ്പസുകളിലൂടെ നമുക്ക് ആയിരക്കണക്കായ വിദ്യാർത്ഥികൾക്ക് നൽകുവാൻ കഴിയുന്നത്. ഇന്നത്തെ കാലത്ത് അറിവിൻ്റെയും പഠനത്തിൻ്റെയും ആവശ്യകത ആരെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല. ഈ യതീംഖാനകളൊക്കെ നിലവിൽ വന്നതിന് ശേഷം ഇവിടെയൊക്കെ പഠിച്ച് ബിരുദവും ബിരുദാനന്ത ബിരുദവും നേടിയിട്ടുള്ള ഒരുപാട് ഇവിടുത്തെ അന്തേവാസികളായിരുന്നിട്ടുള്ള യുവാക്കൾ അവർ ജീവിതത്തിൻ്റെ പല മേഖലകളിലും മുന്നേറുവാൻ ഇന്ന് അവർക്ക് കഴിയുന്നു. ഔദ്യോഗിക ജീവിതത്തിൽ അവർക്ക് പ്രവേശിക്കാൻ കഴിയുന്നു. സിവിൽ സർവീസ് മേഖലയിലും അവർക്ക് പ്രവേശിക്കാൻ കഴിയുന്നുണ്ട്. നജീബോടുണ്ട്. നജീബ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിത്വമാണ്. ഇപ്പം നമ്മുടെ മുഹമ്മദ് അലി ഷിഹാബുണ്ട്. മുക്കം യതീംഖാനയിൽ നിന്നും അവിടുത്തെ അന്തേവാസിയായിരുന്നു. അവനിപ്പോൾ IAS ഓഫീസറാണ്. മേഘാലയയിലെ ഝാർഖണ്ഡിൽ അവിടെ ഗവൺമെൻറ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്ന അബൂബക്കർ സിദ്ദീഖ് ഉണ്ട്.
അദ്ദേഹവും ഇങ്ങനെയുള്ള ചുറ്റുപാടുകളിലൂടെ വളർന്നു വന്നിട്ടുള്ളതാണ്. നമ്മുടെ കൊടുവള്ളിക്കാരനായ ജാഫറുണ്ട്, കർണാടകയിലെ ഫൈനാൻസ് സെക്രട്ടറിയാണ്. ജാഫർ എത്തീങ്കാനിലല്ല പഠിച്ചത്. ജാഫറിൻ്റെ ബാപ്പ നമുക്കറിയാലോ, നമ്മുടെ അബൂബക്കർ മാഷല്ലേ. പക്ഷെ അവർക്കൊക്കെ പഠിക്കാനും വളരാനൊക്കെയുള്ള സാഹചര്യം സമൂഹത്തിൻ്റെ ഇച്ഛാശക്തിയായിരുന്നു. സമുദായം അതൊക്കെ ഏറ്റെടുക്കുവാൻ തയ്യാറായി എന്നുള്ളതാണ്. അങ്ങനെ പഠിക്കുവാൻ കഴിവുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ, സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും അവിടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും യോജിപ്പിച്ചു കൊടുക്കുവാനും പുതിയ കോഴ്സുകൾ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവരുവാനും നമ്മുടെ പ്രയത്നങ്ങളിലൂടെ സാധിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ജനപ്രതിനിധികളാണ് ഇവിടെ ഇരിക്കുന്നത്, അവർക്കറിയാം ഇത്തരം സ്ഥാപനങ്ങൾക്ക് സാധാരണഗതിയിൽ ഇതൊക്കെ ചിലപ്പോൾ അൺഎയ്ഡഡ് മേഖലയിൽ വലിയ സാമ്പത്തിക ആസ്തിയുള്ളവർ നടത്തുന്നുണ്ടാവും. അത്തരം സ്ഥാപനങ്ങളിലേക്ക് കോഴ്സുകൾ കൊണ്ടുവരാനൊക്കെ അവർക്ക് പണം മുടക്കിയും മറ്റുമൊക്കെ സാധിക്കും. പക്ഷേ ഇങ്ങനെയുള്ള അനാഥാലയങ്ങളിലേക്ക് പുതിയ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള കോഴ്സുകളും ബാച്ചുകളും ഒക്കെ കൊണ്ടുവരാൻ പലപ്പോഴും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതേ അവസരത്തിൽ ഇപ്പോൾ പരികുട്ടി ഹാജി സാഹിബിനൊക്കെ പോലെയുള്ള ആളുകൾ അവരൊക്കെ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ സമുദായത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വം, ആ രാഷ്ട്രീയ നേതൃത്വത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട്, അതുപോലെ തന്നെ ജനപ്രതിനിധികളെ അവരെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അനാഥ മക്കൾക്കും നല്ല കോഴ്സുകളും അതുപോലെ തന്നെ പുതിയ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള പെട്ടെന്ന് ജോലി സാധ്യതയുള്ള, പ്ലേസ്മെൻറ്റ് സാധ്യതയുള്ള കോഴ്സുകളൊക്കെ അവർക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. അതിലൂടെ ഒരുപാട് അനാഥ മക്കൾക്ക് അവരുടെ ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയും. അപ്പം ഇത് കാലഘട്ടത്തിൻ്റെ, കാരണം ഇൽമുൽ ഹാൽ എന്നുള്ളത് ഏറ്റവും അഫ്ദലായ അറിവാണല്ലോ. അഫ്ദലായിട്ടുള്ള അറിവ്, ആ അറിവിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് ഇന്നത്തെ നമ്മുടെ കുട്ടികൾ. പരമ്പരാഗതമായ ഡിഗ്രി, പരമ്പരാഗതമായ സർട്ടിഫിക്കറ്റുകൾ അത് മാത്രം പോരാ എന്ന് നമ്മുടെ കുട്ടികൾ തിരിച്ചറിയുന്നു. മറിച്ച് പ്ലേസ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുള്ള പുതിയ പല കോഴ്സുകളുമുണ്ട്. അപ്പം അതിലേക്കാണ് നമ്മുടെ കുട്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾ കാലത്തിന് മുന്നേ സഞ്ചരിക്കുന്നവരാണ്. പുതിയ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾ എന്നുള്ളത് അങ്ങനെയാണ്. മുമ്പ് കാലം അവരെ അടിച്ചടിച്ചങ്ങനെ സഞ്ചരിപ്പിക്കുകയായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വിദ്യാർത്ഥികൾ കാലത്തിന് മുമ്പേ സഞ്ചരിക്കുന്നവരാണ്. അവർക്കൊപ്പം വിദ്യാഭ്യാസ മേഖലയും ഗവൺമെൻറ്റും മാനേജ്മെൻറ്റും സർവകലാശാലകളും ഇവരൊക്കെ വിദ്യാർത്ഥികൾക്കൊപ്പം, വിദ്യാർത്ഥികൾക്ക് പിന്നിൽ നിന്ന് ഇങ്ങനെ സഞ്ചരിക്കുക. വിദ്യാർത്ഥികൾ മുമ്പിലാണ്. മുമ്പ് സർവകലാശാലകളും സ്കൂളുകളും സ്ഥാപനങ്ങളും മാനേജ്മെൻറ്റും ഗവൺമെൻറ്റും ഒക്കെ ആയിരുന്നു മുമ്പിലുണ്ടായിരുന്നത്. ഇന്നതല്ല. ഇന്ന് വിദ്യാർത്ഥികളാണ് മുമ്പിലുള്ളത്. അവർക്ക് പിറകെയാണ് സർവകലാശാലകളൊക്കെ സഞ്ചരിക്കേണ്ടി വരുന്നത്. ഏത് വലിയ സർവകലാശാല, അത് അമേരിക്കൻ സർവകലാശാല ആവട്ടെ, യൂറോപ്യൻ സർവകലാശാല ആവട്ടെ, നമ്മുടെ ഇന്ത്യയിലെ ജെ.എൻ.യു ആവട്ടെ, അല്ലെങ്കിൽ അന്തർത്ത ആവട്ടെ, DU ആവട്ടെ, ഹൈദരാബാദിലെ യൂണിവേഴ്സിറ്റികളാവട്ടെ, ഉസ്മാനിയ യൂണിവേഴ്സിറ്റി ആവട്ടെ, ഇത്തരം യൂണിവേഴ്സിറ്റികളൊക്കെ വിദ്യാർത്ഥികൾക്ക് പിറകെ സഞ്ചരിക്കുകയാണ്. വിദ്യാർത്ഥികളാണ് മുമ്പിലുള്ളത്. അത്രമാത്രം ഇൻഫർമേഷൻ മേഖലയിൽ പുതിയ തലമുറയ്ക്ക് വളരുവാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് പുതിയ കോഴ്സുകളൊക്കെ ഉണ്ടാക്കുന്നത് സർവകലാശാലകളല്ല, ആപ്പിളിനെ പോലെയുള്ളവരാണ്, ഗൂഗിളിനെ പോലെയുള്ളവരാണ്, സെർച്ച് മാനേജർമാരാണ് പുതിയ കോഴ്സുകൾ ഉണ്ടാക്കുന്നത്. ആപ്പിളും ഗൂഗിളും മൈക്രോസോഫ്റ്റും ഇവരൊക്കെ കാണുമ്പോൾ കുട്ടികൾ എന്ത് പഠിക്കണം എന്ന കാര്യത്തിൽ പുതിയ കോഴ്സുകളും ഒറ്റയ്ക്ക് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ല സർവകലാശാലകളല്ല. സർവകലാശാല പിന്നെ അത് ഏറ്റെടുക്കും, ടൈപ്പ് ഉണ്ടാക്കും. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ മേഖല അതിപ്പോൾ അറിവിൻ്റെ മാർഗത്തിൽ ഒറ്റയേറെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് നമ്മുടെ പാവപ്പെട്ട കുട്ടികളെയും കൊണ്ടുവരുവാൻ നമുക്ക് കഴിയണം. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള തീങ്ഖാനകളിലൂടെ അതിന് സാധിക്കും. ഇവിടെ ഇപ്പോൾ ഹുദവി ബിരുദം നേടുന്നവർ
ആ ഉദവിഹിതം നേടിയിട്ട് അവരുടെ വിജ്ഞാനം അവസാനിപ്പിക്കുന്നില്ല. ലോകത്തെ ഏത് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ പോയാലും അവിടെ ഹുദവിമാരുണ്ടാവും, വാഫിമാരുണ്ടാവും, പൈസമാരും ദാരിമാരൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഏത് വിദേശ രാജ്യങ്ങളിൽ, ഇന്ത്യയിലെ പ്രദേശങ്ങളിൽ നോക്കേണ്ട കാര്യമില്ല, അവിടെയൊക്കെ ഉണ്ട്. ഹൈദരാബാദിലുണ്ട്, ഡൽഹിയിലുണ്ട്, ബാംഗ്ലൂരിലുണ്ട്. എവിടെ ഉന്നത ഗവേഷണ അല്ലെങ്കിൽ ഉന്നത ഹയർ എഡ്യൂക്കേഷൻ്റെ സംവിധാനങ്ങളുണ്ട്, അവിടെയൊക്കെ പറയപ്പെട്ട കുട്ടികളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മൈക്രോസോഫ്റ്റിലുണ്ട്, ആപ്പിളിലുണ്ട്, ഗൂഗിളിലുണ്ട്. ഇങ്ങനെ ആധുനികമായിട്ടുള്ള സംവിധാനങ്ങളിലൊക്കെ അവർ കീ പോസ്റ്റുകളിൽ തന്നെയാണ്. കീ പോസ്റ്റുകളിൽ തന്നെ അവർക്ക് ജോലി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അവരവിടെയൊക്കെ തന്നെ നല്ല മികച്ച വേതനം സ്വീകരിച്ചുകൊണ്ട് തന്നെ അവർക്ക് ജോലി എടുക്കുവാൻ സാധിക്കുക. ഈ രീതിയിലുള്ള അടിത്തറയാണ് ഈ സിലബസ്. ആധുനിക സിലബസ് ആവട്ടെ, വാഫി സിലബസ് ആവട്ടെ, അവർക്ക് ഉണ്ടാക്കുന്ന അടിത്തറയുണ്ട്, ബേസ്മെൻ്റ് ഉണ്ട്. ആ ബേസ്മെൻ്റ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏത് സർവകലാശാലകളിലും അവിടെയുള്ള ഉയർന്ന കോഴ്സുകളിലേക്ക് അവർക്ക് ചേരുവാൻ കഴിയുന്നുണ്ട്. ഈ സ്ഥാപനത്തെയും നമുക്ക് ആ രീതിയിൽ വളർത്തണം. പുറപ്പെട്ട അമ്മൂട്ടിയാജി ഇപ്പോൾ പറയായിരുന്നു, ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട്. ആ സഹായങ്ങൾ വളരെ നല്ലതാണ്. ഇനിയും സഹായങ്ങൾ വേണ്ടി വരും. കാരണം പുതിയ പുതിയ അപ്ഡേഷൻ നമുക്ക് വേണ്ടി വരുമല്ലോ. ആ സഹായങ്ങളൊക്കെ ഉദാരമതികളായിട്ടുള്ള ആളുകൾ തയ്യാറാകണം. അള്ളാഹു അതിന് ജാരിയായ സ്വതക്കയുടെ പരിപൂർണ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ മറ്റൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മളിപ്പോൾ അവസാനം ഇവരുടെ ലാസ്റ്റ് ഡിഗ്രി ദാർഹുദയിലെ ഹുദവി ബിരുദമാണല്ലോ. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ നിന്ന് നമ്മൾ പഠനം പൂർത്തീകരിക്കുമ്പോൾ അവർക്ക് പ്രത്യേകമായിട്ടുള്ളൊരു ബിരുദം നൽകുന്നതിന് വേണ്ടി സ്ഥാപനം തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽ കലാമി എന്ന സനദ്, അതിൻ്റെ നാമം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇവിടെ പ്രഖ്യാപിക്കുന്നു. ഇവിടെ നിന്ന് ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഖിറുദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിക്കുന്നു. അസ്സലാമു അലൈക്കും. വേദിയിൽ പ്രകാശന കർമ്മങ്ങൾ KMO ഇസ്ലാമിക് അക്കാദമി 10ാം വാർഷികത്തോടനുബന്ധിച്ച് ക്യാമ്പസിലെ സ്റ്റുഡൻസ് യൂണിയൻ പുറത്തിറങ്ങുന്ന സന്ദേശം സപ്ലിമെൻ്റ് പ്രകാശനം ചെയ്യാൻ ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളെയും ഏറ്റുവാങ്ങാൻ വേണ്ടി ഷാമിൽ ഈട്ടിയെയും ക്ഷണിക്കുന്നു. മറ്റൊരു പ്രകാശന കർമ്മം സമ്മേളനത്തിനോടനുബന്ധിച്ച് ഇസ്ലാമിക് അക്കാദമി പുറത്തിറക്കുന്ന സുവനീറിൻ്റെ കവർ പ്രകാശനം ഏറ്റുവാങ്ങാൻ വേണ്ടി മുസ്തഫയെ ക്ഷണിക്കുന്നു. പത്താം വാർഷികത്തിനോടനുബന്ധിച്ച് KMO ഇസ്ലാമിക് അക്കാദമി സ്റ്റുഡൻസ് വെൽഫെയർ അസോസിയേഷൻ നടത്തുന്ന അക്കാഡമിക് കോൺക്ലേവിൻ്റെ ലോഗോ പ്രകാശനം ഏറ്റുവാങ്ങാൻ വേണ്ടി കിസ്വ പ്രസിഡന്റ് അലി മിൻഹാജിനെ ക്ഷണിക്കുന്നു. ക്യാമ്പസിലെ അറബിക് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ലിസാനുൽ അറബിക് റിയാലിറ്റി ഷോയുടെ ലോഗോ പ്രകാശനം ഏറ്റുവാങ്ങാൻ വേണ്ടി ഡിപ്പാർട്ട്മെന്റ് ചെയർമാൻ ഷമ്മാസിനെ ക്ഷണിക്കുന്നു. ഇനി നമ്മുടെ മുഖ്യാതിഥി ഡോക്ടർ PA ഷുക്കൂർ കിനാലൂർ, ചെയർമാൻ ഐക്കോൺ ഗ്രൂപ്പ് ഖത്തർ, നിങ്ങൾ അഭിസംബോധന ചെയ്യും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ, മറ്റ് വേദിയിലുള്ള സദസ്സിലുള്ള എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളെ, ഞാൻ ഈ KMO ഒരു യത്തീംഖാന മാത്രമായിട്ടായിരുന്നു ഞാൻ മുമ്പ് അറിഞ്ഞിരുന്നത്.
ഈ 6 മാസത്തിൻ്റെ മുമ്പ് ഇവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ഇസ്ലാമിക് അക്കാദമി KMO നടത്തുന്ന കാര്യം എനിക്ക് മനസ്സിലായത്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ് ഇങ്ങനത്തെ അക്കാദമികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ നമ്മളെ ഇസ്ലാമിക് കൾച്ചർ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ അവർക്ക് അതിന് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാപനമായിട്ട് KMO അക്കാദമി ഈ 10 വർഷം മുമ്പ് തന്നെ ഇങ്ങനെ ഒരു മഹത്തായ സംരംഭത്തിന് ധൈര്യം കാണിച്ചതിൻ്റെ സാരഥികളെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. കാരണം ഇത്തരം അക്കാദമികൾ സ്വന്തം ചെലവിലോ വരവിലോ അത് ഒന്നും ഇല്ലാതെ ഇതിന് ധൈര്യം കാണിക്കുക എന്ന് വെച്ചാൽ തന്നെ നമ്മൾ ഈ കാലഘട്ടത്തിൽ വളരെ ഒരു എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാ സാരഥികളെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഇതിൻ്റെ എല്ലാ പരിപാടിക്കും ഞാൻ ആശംസ അർപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുനിസിപ്പൽ ചെയർമാൻ വെള്ളർ അബ്ദു. ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാന്യനായ PT റഹീം സാഹിബ്, ബഹുമാനപ്പെട്ട ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, വേദിയിലിരിക്കുന്ന നജീബ് കാന്തപുരം, ഭീമം മർമാഷ അടക്കമുള്ള മറ്റു ബഹുമാന്യ വ്യക്തികളെ, ഈ സന്തോഷകരമായ പരിപാടിക്ക് ഒറ്റ വാക്കിൽ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ബഹുമാന്യനായ അധ്യക്ഷൻ റഹീം സാഹിബ്, നമ്മുടെ ഈ സനദ് നാമ പ്രഖ്യാപനം ഉദ്ഘാടനം നിർവഹിച്ച ആദരണീയനായ തങ്ങളെ, വേദിയിലുള്ള മറ്റ് വിശിഷ്ടാതിഥികളെ, സുഹൃത്തുക്കളെ, കൊടുവള്ളി യത്തീംഖാനയുടെ ആഭിമുഖ്യത്തിൽ 10 വർഷം മുമ്പ് ആരംഭിച്ചിട്ടുള്ള ഇസ്ലാമിക് അക്കാദമിയുടെ വാർഷികവും കൂടി ആഘോഷിക്കപ്പെടുന്ന ഈ സന്ദർഭത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ഖത്തർ കമ്മിറ്റിയെ പ്രതികരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട NP ഷിറാസ്, ട്രഷറർ KMO ഖത്തർ കമ്മിറ്റി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ PT റഹീം സാഹിബ്, നജീബ് കാന്തപുരം MLA, മറ്റു സ്റ്റേജിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, വളരെ വൈകിയ ഈ സമയത്ത് ഈ ദാറുൽ അക്കാദമിക്ക് ഖത്തറിൻ്റെ എല്ലാവിധ സഹായങ്ങളും ഏത് സമയത്തും ഉണ്ടാവുമെന്ന് മാത്രം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. C. മുഹമ്മദ് റഹ്മാൻ മാസ്റ്റർ. അസ്സലാമു അലൈക്കും. വളരെ അർത്ഥഗർഭമായ ഒരു പ്രസംഗം പറഞ്ഞ ആൾക്കാരൊക്കെ കേട്ടു. എന്നാൽ പോലും സാദിഖൽ തങ്ങൾ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും റീബൈൻഡ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ല കുറേ ക്യാപ്സ്യൂളുടെ കൂട്ടത്തിൽ ഇന്ന് പഠിക്കേണ്ട രീതികളുടെ ഒരു റിയൽ സ്റ്റെപ്പ് അദ്ദേഹം വിവരിച്ച് കാണിച്ചു. വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാവുമെന്ന് തോന്നുന്നു. ഞാൻ ഒരുപാട് ചിന്തിച്ചു. ഏതായാലും ഈ KMO നമ്മുടെ നാട്ടിൽ പ്രമാണിത്വത്തോടു കൂടി ഈ ഒരു സംവിധാനത്തിന്, ഇസ്ലാമിക നിലനിൽപ്പിന് അഹോരാത്രം പരിശ്രമിക്കുന്ന KMOയുടെ മെമ്പർമാരെയും അവരുടെ പ്രവർത്തന രീതിയും കാണുമ്പോൾ വല്ലാത്ത സന്തോഷമുണ്ട്. എല്ലാവരും അത് പ്രവർത്തിക്കുന്ന എല്ലാ ആൾക്കാരെ കാണുമ്പോഴും അവരുടെ ആത്മാർത്ഥതയും കാര്യവും കാണുമ്പം ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നുണ്ട്, ഒരു പ്രതീക്ഷയും തോന്നുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും. നജീബ് കാന്തപുരം MLA മുഖ്യ പ്രഭാഷണം നടത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദരണീയനായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ
അഡ്വക്കേറ്റ് പി ടി എ റഹീം MLA അവർ, സ്വാഗതം ആശംസിച്ച ജനറൽ സെക്രട്ടറിയും നമ്മുടെ എല്ലാം ഹൃദയത്തിൽ ഈ യത്തീംഖാനയുടെ മുഖമായി നിന്ന TK പരീക്കുട്ടി ഹാജിയുടെ സഹോദരനും കൂടിയായിട്ടുള്ള TK അഹമ്മദ് കുട്ടി ഹാജി, ബഹുമാന്യനായ ഉസ്താദ് ഷബീർ അലി ബാഖവി കൂനഞ്ചേരി, വേദിയിലുള്ള PA ഷുക്കൂർ സാഹിബ്, ബഹുമാന്യനായ വെള്ളർ അബ്ദു സാഹിബ്, VM ഉമർ മാസ്റ്റർ, C മുഹമ്മദ് അബ്ദുറഹ്മാൻ മാസ്റ്റർ, NP ഷിറാസ്, ആദരണീയനായ TK മുഹമ്മദ് മാസ്റ്റർ, പ്രിയപ്പെട്ട ഉസ്താദ് മുഹമ്മദ് ഹൈത്തമി വാവാട്, ഒരുപാട് നേതാക്കളും പണ്ഡിതന്മാരും സ്നേഹനിധികളായ വിദ്യാർത്ഥികളും ഉൾപ്പെടെ പ്രൗഢമായ ഒരു ചടങ്ങിലാണ് നാം ഉള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ അതിമഹത്തായ ഉദ്ഘാടന പ്രസംഗമാണ് ഈ വേദിയിൽ നടന്നത്. ആദരണീയനായ മുസ്ലിം കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടന പ്രസംഗത്തിൽ കുറിച്ചുവെച്ച വാക്കുകൾക്ക് അടിവരയിടാൻ മാത്രം ഞാൻ ഈ വൈകിയ വേള ഉപയോഗിക്കുകയാണ്. ഒരു സമുദായം അതിൻ്റെ ഏറ്റവും പരാധീനതകളുടെ കാലത്തിലൂടെ, എല്ലാ പ്രയാസങ്ങളുടെയും വൈതരണികളിലൂടെ ജീവിച്ചു പോകുന്ന കാലത്ത് ഇതുപോലുള്ള കൊച്ചു കൊച്ചു വെളിച്ചത്തുരുത്തുകളാണ് ഒരുപാട് ജീവിതങ്ങൾക്ക് മാറ്റമുണ്ടാക്കിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കൊടുവള്ളി യത്തീംഖാന പോലെ 40-40 വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് അനാഥത്വത്തിൻ്റെയും സങ്കടങ്ങളുടെയും കെട്ടുപാടുകളിൽ കഴിയുന്ന കുട്ടികളെ വളരെ അഭിമാനപൂർവം ഏറ്റെടുത്ത് വളർത്തി ഒരു സമുദായത്തിൻ്റെ നേതൃനിരയിലേക്കും പ്രൊഫഷണൽ മേഖലകളിലേക്കും ഉത്തുംഗമായ പദവികളിലേക്കും നയിക്കാൻ അന്നത്തെ ദീർഘദർശികളായിട്ടുള്ള മനുഷ്യരുടെ കഠിനാധ്വാനമാണ് ഉണ്ടായിരുന്നത്. TK പരീക്കുട്ടി ഹാജി അടക്കമുള്ള ആളുകളുടെ സേവനം എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് ഈ കമ്മിറ്റിയുടെ ഭാരവാഹികൾ എന്ന നിലയിലും അതിലെ പ്രവർത്തകരെന്ന നിലയിലും മുൻനിരയിലിരിക്കുന്ന എല്ലാവർക്കും അറിയാം. നിസ്വാർത്ഥമായി തൻ്റെ ജീവിതം പൂർണ്ണമായും ഒടിഞ്ഞുവെച്ച് നടത്തിയിട്ടുള്ള വലിയ സമർപ്പണമായിരുന്നു അവരുടെ എല്ലാം ജീവിതം. ആ ജീവിതങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ ബാക്കി വെക്കുന്നത്. പലപ്പോഴും കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ മുമ്പിൽ നമുക്കൊക്കെ വിവേചന ബുദ്ധിയോടെ തിരിച്ചറിയാവുന്ന ഒരു കാര്യമുണ്ട്. മറ്റേത് ഇന്ത്യയിലെ സമൂഹത്തിൽ നിന്നും വ്യതിരക്തമായി കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് നേടിയ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് നാം യഥാർത്ഥ ഇസ്ലാമിൻ്റെ അനുയായികളായി നോളജിൻ്റെ പിറകെ പോയി എന്നുള്ളതാണ്. ഞാനൊരു ചെറിയ ചരിത്രം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. 8-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ ആഫ്രിക്കയുടെ വടക്കൻ തീരത്ത് നിന്ന് ഒരു കപ്പലിൽ നിറയെ മനുഷ്യരുമായി ഒരു നാവികൻ ജിബ്രാൾട്ടൻ കടലിടുക്കിലേക്ക് ഒരു കപ്പൽ പടയെ നയിക്കുകയാണ്. ഇസ്ലാം അതിൻ്റെ സുവർണ കാലത്തിലൂടെ പോകുന്ന 8-ാം നൂറ്റാണ്ട്, ആ കാലഘട്ടത്തിലെ അബ്ബാസിയ കാലഘട്ടത്തിലെ മനോഹരമായ കാലം. ഇസ്ലാം ലോകത്തിൻ്റെ പ്രചാരം നേടി ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിലേക്ക് ഇസ്ലാമിക ജൈത്രയാത്ര നടക്കുന്ന കാലമാണ്. ആ കപ്പൽ പട നയിച്ചു വന്ന ആളുടെ പേര് താരിഖ് ബിൻ സിയാദ് എന്നായിരുന്നു. ജിബ്രാൾട്ടർ കടലിടുക്കിനടുത്ത് കപ്പൽ നങ്കൂരമിട്ടപ്പോൾ ആ നാവികൻ പറഞ്ഞു തൻ്റെ അനുയായികളോട്, എല്ലാവരും കപ്പലിൽ നിന്നിറങ്ങുക. അനുയായികൾ നേതൃത്വത്തെ അംഗീകരിക്കുന്നവരായിരുന്നു. അവരെല്ലാം കപ്പലിൽ നിന്നിറങ്ങി. കപ്പലിൽ നിന്ന് ഇറങ്ങി തീരത്തടുത്തപ്പോൾ ക്യാപ്റ്റൻ്റെ അടുത്ത ഉത്തരവ് വരികയാണ്. അവസാനമിറങ്ങിയ പടയാളിയോട് ക്യാപ്റ്റൻ പറഞ്ഞു,
നാം സഞ്ചരിച്ചു വന്ന കപ്പലിന് തീ വെക്കണം. അത് അതിശയകരമായ ഒരാജ്ഞയായിരുന്നു. കപ്പലിൽ സുരക്ഷിതമായി ആഫ്രിക്കൻ തീരത്ത് നിന്ന് യൂറോപ്പിലേക്ക് തിരിച്ച ആ കപ്പലിലെ നാവികർ ചോദിച്ചു, എന്തിനാണ്, ക്യാപ്റ്റനോട് ചോദിച്ചു, എന്തിനാണ് നമ്മൾ ഈ കപ്പൽ തീ വെക്കുന്നത്? ക്യാപ്റ്റൻ വീണ്ടും തൻ്റെ ഉത്തരവിട്ടപ്പോൾ അനുസരണയോടെ ആ അനുയായികൾ കപ്പലിന് തീ വെച്ചു. അപ്പോൾ താരിഖ് ഇബ്നു സിയാദ് ജിബ്രാൾട്ടർ കടലിടുക്ക് കഴിഞ്ഞ് ഇന്നത്തെ സ്പെയിനിലേക്ക് കാൽ വെച്ചുകൊണ്ടൊരു വാക്ക് പറയുന്നുണ്ട്. ഒന്നുകിൽ വളരെ ന്യൂനപക്ഷമായ നാം പൊരുതി ഈ മണ്ണിൽ മരിച്ചു വീഴും, തിരിച്ചു പോകാൻ നമുക്ക് കപ്പലില്ല, അല്ലെങ്കിൽ നാം വെട്ടിപ്പിടിച്ച് ഈ നാടിനെ വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമാക്കും. ഓർക്കണം, ഒരു സമൂഹത്തിൻ്റെ നാവികപ്പടയുടെ ലക്ഷ്യത്തിൽ പ്രധാനമായിട്ടുള്ളത് ഒരു നാടിനെ വൈജ്ഞാനിക കേന്ദ്രമാക്കുക എന്നതായിരുന്നു. ഇപ്പോൾ നമുക്ക് കൗതുകം തോന്നും, കുട്ടികൾക്ക് പ്രത്യേകിച്ചും. നാം യൂറോപ്പിനെ അനുകരിക്കുന്ന, യൂറോപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, യൂറോപ്പിലേക്ക് പറന്നു പോകാൻ കൊതിക്കുന്ന കുട്ടികളുടെ കാലമാണ്. പക്ഷെ അന്ന് യൂറോപ്പ് ഏറ്റവും വലിയ, മധ്യകാല യൂറോപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ശാസ്ത്രത്തിനെതിരായിരുന്നു യൂറോപ്പ്, സാമൂഹ്യബോധത്തിനെതിരായിരുന്നു യൂറോപ്പ്, ഗവേഷണങ്ങൾക്കെതിരായിരുന്നു യൂറോപ്പ്, ലൈബ്രറികൾക്കെതിരായിരുന്നു യൂറോപ്പ്, പഠനത്തിനെതിരായിരുന്നു യൂറോപ്പ്. പഠിച്ചാൽ മതത്തെ നിന്ദിക്കുമെന്നും പഠിക്കുന്നവർ വലിയ പ്രയാസമുണ്ടാക്കുമെന്നും ശാസ്ത്രജ്ഞന്മാരാണ് ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധരെന്നും പറഞ്ഞ് ഗലീലിയോ എന്ന വലിയ ശാസ്ത്രജ്ഞനെ അടക്കം ചുട്ടുകൊല്ലുന്ന കാലമായിരുന്നു അത്. ആ കാലത്ത് സ്പെയിനിൽ കാലുകുത്തിയ താരിഖ് ഇബ്നു സിയാദിൻ്റെ നേതൃത്വത്തിൽ ആ കൊച്ചു സംഘം യൂറോപ്പിൻ്റെ ഭൂമിക പിടിച്ചടക്കി അവിടെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കി. ആ സാമ്രാജ്യം നൽകിയ സംഭാവനക ഏറ്റവും മികച്ച കാര്യം കുർദോവ എന്ന ഒരു ഗ്രാമമുണ്ടാക്കിയതായിരുന്നു. ആ നഗരമായിരുന്നു നോളജിൻ്റെ ലൈറ്റൻ സ്ഥലം എന്ന് പറയുന്നത്. ഒരു ദീപസ്തംഭം പോലെ ലോകത്തിനു മുമ്പിൽ ശാസ്ത്രജ്ഞന്മാരെ കൊന്നു കുഴിച്ചു മൂടുന്ന കാലത്ത് അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ശാസ്ത്രബോധത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും വെളിച്ചം കാട്ടിയ സമുദായത്തിൻ്റെ പേരാണ് മുസ്ലിം എന്ന് നിങ്ങൾ ഓർമ്മിക്കണം. ആ നോളജിൻ്റെ പിന്മുറക്കാരാണ് നാം. ഒരു മുസ്ലിമും ഒരു കുറ്റവാളിയുടെ പേരിൽ അറിയപ്പെടേണ്ട സമൂഹമല്ല. ഒരു മുസ്ലിം ഒരു ക്രിമിനലിസത്തിൻ്റെ പേരിൽ അറിയപ്പെടേണ്ട ഒരു സമൂഹമല്ല. അക്രമത്തിൻ്റെയോ തീവ്രവാദത്തിൻ്റെയോ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെയോ പേരിൽ അറിയപ്പെടേണ്ട സമൂഹമല്ല. നമ്മുടെ പിന്തുടർച്ചാവകാശം എന്ന് പറയുന്നത് നോളജാണ്. അതാണ് ബഹുമാന്യനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് അടിവരയിട്ട് പറഞ്ഞ കാര്യം. നിങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഒരു വിശ്വാസിയുടെ കളഞ്ഞുപോയ സ്വത്താണ് നോളജ് എന്ന് പറയുന്നത്. നോളജ് പ്രധാനമാണ്. ഇന്നത്തെ ഈ കാലത്തെക്കുറിച്ചും തങ്ങൾ വളരെ വിശദമായി പറയുകയുണ്ടായി. യൂണിവേഴ്സിറ്റികൾ വിദ്യാർത്ഥികൾക്ക് പിറകെ നടക്കുന്നു. എന്തൊരു മനോഹരമായ വാക്കാണ് തങ്ങൾ ഉപയോഗിച്ചത്. നിങ്ങൾ നോക്കൂ, ഇന്ന് യൂറോപ്പിലെയും UK-യിലെയും അമേരിക്കയിലെയും കാനഡയിലെയും യൂണിവേഴ്സിറ്റികളിൽ സിലബസ് ഉണ്ടാക്കുന്നത് പഠിക്കുന്ന കുട്ടികളാണ്. ഞങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ടതെന്ന് ഇന്ന് നമ്മൾ NEP പോലെയുള്ള നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇന്ത്യയിൽ തുടക്കം ആരംഭിക്കാൻ ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾ ഓർക്കണം, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ കുട്ടികളാണ് ഞങ്ങൾക്ക് എന്തു പഠിക്കണമെന്ന് സിലബസ് ഉണ്ടാക്കുന്നത്. വിദ്യാർത്ഥികളാണ് മുൻപിൽ നടക്കുന്നത്, യൂണിവേഴ്സിറ്റികൾ പിറകെയാണ് നടക്കുന്നത്. നോളജാണ് പ്രധാനം. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് വളരെ ശാസ്ത്ര സാങ്കേതിക മേഖല അതിദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഫിംഗർ ടിപ്പിൽ നമ്മുടെ എല്ലാം നമുക്ക് ലഭിക്കുന്ന ഒരു കാലമാണ്. ഈ കാലത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ആർക്കും വിവരമില്ലാത്തതില്ല എന്നതാണ്. ഇൻഫർമേഷൻ ഓവർലോഡഡ് എന്നാണ് ഈ കാലത്തെ വിളിക്കുന്ന പേര്. അറിവ് കൂടിയിരിക്കുകയാണ്. ഫ്ലഡഡ് ഇൻഫർമേഷൻ, മനുഷ്യന് താങ്ങാൻ കഴിയാത്ത അറിവുകൾ നമുക്ക് നിത്യേന ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഈ കാലത്താണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടാകേണ്ടത്. അറിവ് നമുക്ക് സമൃദ്ധമായിട്ടുണ്ട്, പക്ഷെ നമുക്കില്ലാത്തത് തിരിച്ചറിവ് എന്ന് പറയുന്ന കാര്യമാണ്. നോളജിൽ നിന്ന് വിസ്ഡത്തിലേക്ക് മനുഷ്യന് ഉയരാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്
നാം സമ്പാദിക്കേണ്ടത്. ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം ഇതാണ്. ദാറുൽ ഹുദയുടെ ജൂനിയർ കോളേജിൽ പഠിക്കുന്ന കുട്ടികളോട് അഭിമാനപൂർവ്വം ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പെരിന്തൽമണ്ണയിൽ ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ള സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലുള്ള സിവിൽ സർവീസ് അക്കാദമിയുണ്ട്. ആ സിവിൽ സർവീസ് അക്കാദമിയിൽ കഴിഞ്ഞ വർഷത്തെ IASന്റെ ഏറ്റവും അവസാനത്തെ പരീക്ഷയ മെയിൻസും കടന്ന് ഇൻ്റർവ്യൂവിലെത്തിയ കുട്ടികളിൽ ഒരാൾ ദാറുൽ ഹുദയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആഷിഖ് ഹുദവി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു എന്ന് അഭിമാനത്തോടെ ഓർക്കുമ്പോൾ നമുക്കൊരുപാട് അവസരങ്ങളുടെ വാതായനങ്ങൾ തുറക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾ എന്ന് ഓർമ്മിക്കണം. ഇന്ന് നമ്മളുടെ ആ തരത്തിൽ തന്നെയാണ് നമ്മളുടെയൊക്കെ കുട്ടികളുടെ വൈജ്ഞാനികമായ ഒരു വിസ്ഫോടനം, എക്സ്പ്ലോഷർ ഓഫ് നോളജ് എന്ന് പറയാവുന്ന തരത്തിലേക്ക് നാം ഉയർന്നിരിക്കുകയാണ്. ഈ കാലഘട്ടത്തെ നന്നായി മനസ്സിലാക്കി തിരിച്ചറിവോടെ മുന്നോട്ട് പോകാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കണം. കുട്ടികൾ ഒരിക്കലും നിരാശപ്പെടാതെ, നമ്മൾ ഒരിക്കലും ചെറിയ കുട്ടികളല്ലെന്ന ബോധ്യത്തോടെ, നമ്മളുടെ ലോകം വളരെ വലുതാണെന്നും വിസ്തൃതമാണെന്നും തിരിച്ചറിവോടെ നിങ്ങൾ മുന്നോട്ട് പോവുക. അള്ളാഹു സഹായിക്കട്ടെ. ഈ മഹത്തായ സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ ഒരുപാട് നൊസ്റ്റാൾജിക് ഓർമ്മകൾ ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവും. പണ്ടൊക്കെ വന്ന് പ്രധാനമായിട്ടും ഞങ്ങളൊക്കെ വരാറുള്ളത് വീട്ടിൽ നിന്ന് നേർച്ചാക്കിയിട്ടായിരുന്നു ഇവിടെ വരിക. ഒരു നേരത്തെ ഭക്ഷണമോ അങ്ങനെ ദ്വാരക്കാൻ വരും. ഞാൻ ഈ കുട്ടികൾ ആമീൻ ചെല്ലുമ്പോൾ എൻ്റെ മനസ്സ് പിറകോട്ട് പോയത് അങ്ങനെയാണ്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു ഓർമ്മയിൽ ഇവിടെ വരുന്നത് 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടിയപ്പോഴാണ്. അന്ന് എൻ്റെ വാപ്പയും ഉമ്മയൊക്കെ എന്നെ കൊണ്ടുവന്നത് ഒരു നേർച്ചയുടെ ഭാഗമായിട്ടായിരുന്നു. ഫസ്റ്റ് ക്ലാസ് കിട്ടാൻ വേണ്ടി യത്തീംഖാനയിലേക്ക് നേർച്ചയില്ലായിരുന്നു അന്ന്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു കൊടുവള്ളി യത്തീംഖാനയിലേക്ക് ഇപ്പോഴും നേർച്ച നേരുന്ന എത്രയോ ആളുണ്ട്. ഇല്ലേ റഹീംക്ക? എത്രയോ ആൾക്കാരുണ്ട്. ഇപ്പോഴും ആവാതെ ഇൻഷാ അല്ലാഹ്. ഏതായാലും ഈ മഹത്തായ സ്ഥാപനം, അന്നത്തെ ആ ദുആയുടെ ഒരു അലയൊലിയും പ്രതിധ്വനിയും ഇപ്പോഴും ഈ ഹാളിലൊക്കെ ഇങ്ങനെ മുഴങ്ങിക്കേൾക്കുന്ന പോലെ ഞങ്ങൾക്കൊക്കെ അനുഭവപ്പെടും. കാരണം ഞങ്ങളൊക്കെ ഈ സ്ഥാപനത്തിൻ്റെ ഭാഗമാണ്, ഈ സ്ഥാപനത്തിനോടൊപ്പമാണ്. ഏതു കാര്യത്തിനും ഏതു സമയത്തും ഞങ്ങളൊക്കെ ഉണ്ടാകും നിങ്ങളോടൊപ്പം എന്ന് കുട്ടികളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അള്ളാഹു നമുക്കെല്ലാവർക്കും വലിയ വൈജ്ഞാനികമായ മുന്നേറ്റത്തിൻ്റെ മുമ്പിൽ നടക്കാൻ ഏറ്റവും നല്ല സാഹചര്യങ്ങൾ ഒരുക്കി തരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ പരിപാടി ഇൻഷാ അല്ലാഹ് ഇത്തം ഉസ്താദിൻ്റെ ദുആ മജ്ലിസ് ഉണ്ട്. അതിന് മുമ്പായിട്ട് ബഹുമാനപ്പെട്ട PK മുഹമ്മദ് മാസ്റ്റർ നന്ദി രേഖപ്പെടുത്തും. ബഹുമാന്യനായ അധ്യക്ഷൻ, ഇവിടെ സന്നിഹിതരായ സ്റ്റേജിൽ ഉപവിഷ്ട പ്രമുഖ വ്യക്തിത്വങ്ങളെ, സഹോദരങ്ങളെ, നന്ദി പറയുക മാത്രമാണ് എൻ്റെ കടമ. ഞാൻ മറ്റു കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇനിയൊരു ദുആ മജ്ലിസ് ഇവിടെ നടക്കാനുമുണ്ട്. ആദ്യമായി തന്നെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ദാറുൽ ഹുദൻ്റെ ചാൻസലർ കൂടിയായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഈ പരിപാടിക്ക് ലഭിച്ചതിൽ സന്തോഷിക്കുകയും അദ്ദേഹം ഈ തിരക്കിനിടയിൽ ഇവിടെ വന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തതിന് അദ്ദേഹത്തിനോട് അഖൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടി അധ്യക്ഷത വഹിച്ചത് KMOയുടെ പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് PT റഹീം സാഹിബാണ്. അദ്ദേഹത്തിനും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തിയ നജീബ് കാന്തപുരം, PA ഷുക്കൂർ കിനാലൂർ, മുനിസിപ്പൽ ചെയർമാൻ വളർ അബ്ദു സാഹിബ്, മുൻ MLA VM ഉമർ മാസ്റ്റർ, C മുഹമ്മദ് അബ്ദുറഹിമാൻ മാസ്റ്റർ, NV ഷിറാസ് തുടങ്ങി ഈ വേദിയിൽ ഉപവിഷ്ടരായ എല്ലാവർക്കും, ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാർക്കും കൊടുവള്ളി മുസ്ലിം യത്തീംഖാനയുടെയും ഈ അക്കാദമിക് കൗൺസിലിൻ്റെ പേരിലും അഖൈതവമായ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ദുആ സദസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇലാ ഹദ്റത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹദ്റത്ത് അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين
بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم آذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم 2 فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل وفاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم
وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا فلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب فلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم يرى الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ സ്ഥാപനത്തിലെ ഈ പരിപാടി നടക്കുന്നതിലേക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഗുണകാംക്ഷികൾ, പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിലെ രക്ഷിതാക്കൾ, അതുപോലെ തന്നെ ഇതിനെ സർവാത്മന ഏറ്റെടുത്ത് എല്ലാ രീതിയിലും പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന സ്വദേശത്തും വിദേശത്തുമുള്ള ഗുണകാംക്ഷികൾ, ഈ സ്ഥാപനമടക്കം വളരെ നല്ല രീതിയിൽ അതിൻ്റെ കൈകാര്യകർത്തൃത്വങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഇതിൻ്റെ മാനേജ്മെൻറ്റ്, എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. ഒരുപാട് ആളുകൾ ഒരുപാട് ഉദ്ദേശങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും എല്ലാ സദുദ്ദേശങ്ങളും ഉൾപ്പെടുത്തി ബഹുമാനപ്പെട്ട KMO ഇസ്ലാമിക് അക്കാദമിയിലെ സീനിയർ മുദരിസ് UPC അബൂബക്കർ കുട്ടി ഫൈസി ഉസ്താദ് അവർകൾ ദുആ ചെയ്യും. ഉസ്താദ് അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കും. الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات تبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم وصل وبلغ مثل ثواب ما قرأناه منا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم. اللهم إلى حضرات سائر الأنبياء والمرسلين وإلى حضرات ساداتنا أصحابه البدريين والأحديين والخندقيين
وسائر أصحاب رسول الله صلى الله عليه وسلم أجمعين. اللهم إلى حضرات مشايخنا وأساتذتنا، اللهم إلى أرواح آبائنا وأمهاتنا وأجدادنا وجداتنا وماتوا من أقربائنا، اللهم إلى حضرات من دفنوا حول مسجدنا، اللهم إلى حضرات من نبيناهم في قلوبنا خاصة، اللهم إلى أرواح أمواتنا وأموات المسلمين عامة، اللهم اغفر لهم وارحمهم واعف عنهم وعافهم يا رب العالمين. اللهم يسر عسيرنا وسهل أمورنا وقض حوائجنا وحوائج من أوصانا وحوائج من أعاننا وحوائج جميع المؤمنين والمؤمنات. اللهم اغفر لنا ولهم واجمع بيننا وبينهم في دار جناتك النعيم. اللهم يسر لنا أمورنا مع الراحة لقلوبنا وأبداننا، السلامة والعافية في ديننا ودنيانا. اللهم كن لنا صاحبا في سفرنا وحضرنا وخليفة في أهلينا وطمس على وجوه أعدائنا. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر لأمة محمد صلى الله عليه وسلم. اللهم أصلح أمة محمد صلى الله عليه وسلم. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا وربنا ارحمهم كما ربونا صغارا. അർഹമുർറാഹിമീനായ മലിക്കൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങളെ ഒരുമിച്ച് കൂടിയതും ഞങ്ങളിവിടെ നിർവഹിച്ചതുമായ മുഴുവൻ അമലുകളും നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ 10ാം വാർഷികം എന്ന നിലക്ക് ഞങ്ങളിവിടെ സംഘടിക്കുകയും ഒരുമിച്ച് കൂടുകയും മഹാന്മാരായ സയ്യിദുമാരും ആലിമീങ്ങളും നേതാക്കളും പങ്കെടുത്ത് പല ഉപദേശ നിർദ്ദേശങ്ങളും നൽകുകയും ചെയ്ത ഈ മഹത്തായ സദസ്സ് അല്ലാഹുവിനെ കബൂൽ ചെയ്യണേ തമ്പുരാനെ. പടച്ചവനെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ഖിദ്മത്തിൻ്റെ കൂട്ടത്തിൽ ഇതിനെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പഠിച്ചവനെ, ദീനുമായും ഇസ്ലാമുമായും അറിവുമായും ദീനിയായ ഇൽമുമായും ബന്ധപ്പെടാൻ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ. ഇതിൻ്റെ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്ന നേതാക്കന്മാർ, കാരണവന്മാർ, കമ്മിറ്റി അംഗങ്ങൾ, സഹകരിക്കുന്നവർ, സഹായിക്കുന്നവർ എല്ലാവർക്കും നീ 2 ലോകത്തും തുണയാകണേ തമ്പുരാനെ. അവരുടെയും ഞങ്ങളുടെയും ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കണേ തമ്പുരാനെ. അവരും ഞങ്ങളും ഭയക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. എല്ലാവിധ രോഗങ്ങൾക്കും ശിഫ നൽകണേ തമ്പുരാനെ. മറാവ്യാധികൾ കൊണ്ട് ഞങ്ങളെയൊന്നും പരീക്ഷിക്കരുതേ തമ്പുരാനെ. രോഗമുള്ളവർക്ക് നീ ശിഫ നൽകണേ തമ്പുരാനെ. പ്രത്യേകിച്ചും ഈ സ്ഥാപനത്തിൻ്റെ ഖാദിമുകളായി പ്രവർത്തിക്കുന്ന ഇതിൻ്റെ കാരണവന്മാർ, നേതാക്കന്മാർ, അംഗങ്ങൾ മുഴുവൻ ആളുകൾക്കും നീ നല്ല ആഫിയത്ത് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. നേരത്തെ ഇവിടെ തങ്ങളും അതുപോലെ തന്നെ ഉസ്താദും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ദീനിൻ്റെ ഖിദ്മത്തിലായിട്ട് പ്രവർത്തിക്കാൻ, ദീർഘനാൾ പ്രവർത്തിക്കാൻ അവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ. ഉഹ്റവിയ ആലിമീങ്ങളിലും മുത്തവല്ലിമീങ്ങളിലും ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവൻ, ഇന്ന് തുടങ്ങി വെച്ച ഈ മഹത്തായ പരിപാടി ഞങ്ങൾക്ക് 2-3 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. അതൊക്കെ ഭംഗിയായി പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ. ഇതിനുവേണ്ടി ശ്രമിക്കുന്ന, ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന, രാവും പകലും അധ്വാനിക്കുന്ന എല്ലാവർക്കും, ഉസ്താദുമാർക്കും അധ്യാപകർക്കും നാട്ടുകാർക്കും ഇതിന് സഹകരിക്കുന്ന, സഹായിക്കുന്ന ഗുണകാംക്ഷികൾക്കും അതുപോലെ തന്നെ ഉദാരമതികളായ സംഭാവനകൾ ചെയ്യുന്നവർക്കും ഒക്കെ നീ എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു കൊടുക്കണേ തമ്പുരാനെ. ഈ പരിപാടിയുമായി സഹകരിക്കുന്ന ഞങ്ങളെയൊക്കെ ഉമ്മമാർ, രക്ഷിതാക്കൾ, കുട്ടികളുടെ രക്ഷിതാക്കൾ മുഴുവൻ ആളുകൾക്കും അവരുദ്ദേശിക്കുന്ന ഹലാലായ മുറാദിനെ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. ഇതിനൊക്കെ വേണ്ടി സേവനം ചെയ്യാൻ ഇനിയും ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, നാളെ നമ്മുടെ പരിപാടിയിൽ 3 മണിക്ക് വനിതാ സംഗമമാണ്. എല്ലാവരും സഹോദരിമാരെ സദസ്സിലേക്ക് പറഞ്ഞയക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഉച്ചക്ക് 3 മണിക്ക് ശേഷം നടക്കുന്ന വനിതാ സംഗമത്തിൽ സയ്യിദത്ത് ഷമീമ ബാഹസൻ പാണക്കാട് അവരുടെ സ്നേഹപൂർവ്വം ഉമ്മമാരോട് എന്ന വിഷയത്തിലുള്ള ക്ലാസ് ഇവിടെ നടക്കുന്നതാണ്. വൈകിട്ട് 7:30 ഫീഡർ കോൺഫറൻസ്, ഈ സ്ഥാപനത്തിനെ സഹായിക്കുന്ന ഗുണകാംക്ഷികളുടെ ഒരു സംഗമം ഉണ്ടായിരിക്കുന്നതാണ്. പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കേരള സംസ്ഥാന വനം വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട AK ശശീന്ദ്രൻ സാർ. പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉമർ ഫൈസി മുക്കം അടക്കമുള്ള
പണ്ഡിതന്മാരും നേതാക്കന്മാരും കാരണവന്മാരും പങ്കെടുക്കുന്ന സദസ്സാണ്. ഇൻഷാ അല്ലാഹ് ഇശാ നിസ്കാരത്തിന് ശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അൻവർ അലി ഹുദവി പുളിയക്കോട് അവരുടെ നേതൃത്വത്തിൽ മനോഹരമായ തിരുപ്പിറവിയുടെ 1500ാമത് ആണ്ട് ആഘോഷിക്കുന്ന ഈ വർഷം പ്രവാചകന്റെ പ്രണയത്താൽ ഉരുവിടുന്ന വാക്കുകളും വരികളും പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അൻവർ അലി ഹുദവി പുളിയക്കോട് അവരുടെ നേതൃത്വത്തിലുള്ള ഇഷ്ക് മജ്ലിസ് നടക്കുന്നതാണ്. മുഴുവൻ ആളുകളെയും എല്ലാ പരിപാടികളിലേക്കും സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഇവിടെ പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. വിദ്യാർത്ഥികളെല്ലാവരും നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക്